Hello students, so we need to complete a little bit from appreciating poetry. So we can start from module 1 poetry. It begins with basic elements of poetry. So the first one is prosody. Now what is prosody? Prosody എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the language that we use, അതിൽ കുറേ elements ഉണ്ട്, isn't it? So all those elements, studying all those elements is what we call as prosody. അതിനിപ്പം മീറ്റർ ആവാം, ഇൻറ്റൊനേഷൻ ആവാം, ഋത്തം ആവാം, റൈമിംഗ് സ്കീം ആവാം, ഇതൊക്കെ പ്രോസിഡിയിൽ വരുന്നതാണ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് വി യൂസ് ടു പ്രസന്റ് അവർ പോയട്രി. നെക്സ്റ്റ് ഇസ് ഋഥം. ഋഥം ഒരു ഗ്രീക്ക് വേർഡ് ആയിരുന്നു. ഋഥമോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡ് നിന്നാണ് ഋഥം എന്ന് പറഞ്ഞ ഒരു വേർഡ് നമുക്ക് കിട്ടുന്നത്, വിച്ച് മീൻസ് എ സെൻസ് ഓഫ് ഫ്ലോയിങ് കോസ്ഡ് ബൈ ദി അറേഞ്ച്മെന്റ് ഓഫ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾ. Okay, so we know what syllables are. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ സെമ്മിൽ. സോ സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾ അത് ഒരു പാറ്റേണിൽ വരുമ്പം, അതും ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ് വീണ്ടും ദാറ്റ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ് വരുമ്പം ഒരു റിഥം ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദിസ് റിഥം ഇറ്റ് ക്രിയേറ്റ്സ് ഒരു മെലോഡിയസ് സോങ് പോലെയാക്കി മാറ്റും നമ്മളെ പോയട്രീനെ. അതിനെയാണ് റിഥം എന്ന് വിളിക്കുന്നത്. Okay, so it is the arrangement of stressed and unstressed syllable. അതും ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിൽ വരുമ്പോഴാണ് ഈ റിഥം ക്രിയേറ്റ് ആവുന്നത്. തേർഡ് വൺ ഇസ് മീറ്റർ. മീറ്റർ it is again the pattern of stressed and unstressed syllable in words. Okay, so നമ്മൾ റിഥം പറഞ്ഞു, ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ വരുമ്പം റിഥം ക്രിയേറ്റ് ചെയ്യുമെന്ന്. ഇനി നമ്മൾ ഈ ഇവിടെ പറഞ്ഞ ദിസ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾ അതിനും ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ വരുമ്പം നമ്മൾ അതിനെ മീറ്റർ എന്ന് വിളിക്കും. ഓക്കെ, സോ സ്ട്രെസ് പാറ്റേണിൽ ഇയാംബിക് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അൺസ്ട്രെസ്ഡ് സിലബിൾ വരും, അത് കഴിഞ്ഞിട്ട് സ്ട്രെസ്ഡ് സിലബിൾ വരും. അതിനെയാണ് നമ്മൾ ഇയാംബിക് മീറ്റർ എന്ന് വിളിക്കുന്നത്. ദീസ് തിങ്സ് യു ഹാവ് ടു ബൈ ഹാർട്ട്. ഇത് ബൈ ഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇസ് ട്രൊക്കൈക് മീറ്റർ, which means ആദ്യം stressed syllable വരും, അത് കഴിഞ്ഞിട്ട് unstressed syllable വരും. Third one is anapistic meter. ആദ്യം unstressed വരും, again unstressed will come, then stressed syllable will come. Dactylic meterൽ stressed, unstressed and unstressed. Spontaneic meter stressed and again stressed syllable will follow. These things you have to by heart. Okay, so ഈ ഒരു പാറ്റേണിൽ അൺസ്ട്രെസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ് സിലബിൾ ഈ ഒരു പാറ്റേണിൽ വരുമ്പം അതിന് ഡിഫറെന്റ് നെയിം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഡെക്ടൈലിക് അല്ലെങ്കിൽ യാംബിക്, സ്പോണ്ടൈക് മീറ്റർ എന്ന് വിളിക്കുന്നത്. ഈ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ മീറ്റർ, ഒരു മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് സെവറൽ ഫീറ്റ്. ഫീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫുട്ട് എന്ന് വിളിക്കും. ഈ ഫുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സിലബിൾസ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഫുട്ട് എന്ന് വിളിക്കുക. ഇങ്ങനത്തെ കുറേ ഫുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ ഫീറ്റ് എന്ന് വിളിക്കുക അതിനെ. ഓക്കെ, സോ ഈ സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ് വരുമ്പം നമ്മൾ അതിനെ ഫുട്ട് എന്ന് വിളിക്കും. കുറേ ഫൂട്ടുകൾ വരുന്ന സമയത്ത് അതിനെ ഫീറ്റ് എന്ന് വിളിക്കും. കുറേ ഫീറ്റുകളാവുമ്പം നമ്മൾ അതിനെ മീറ്റർ എന്ന് വിളിക്കും. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫീറ്റ് അഗെയിൻ നമുക്ക് കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. First is monometer. Monometer എന്ന് പറഞ്ഞാൽ ഇതിൽ only 1 feet will be there. Dimeter, which means 2 feet. Trimeter 3, tetrameter 4, pentameter 5, hexameter 6, heptameter 7, octameter 8. Again, you have to by heart these. Okay. Fourth one is rhyme. Rhyme means repetition of similar sound. Rhyming words, okay, നമ്മൾ പറയാറില്ലേ പോയത്തിൽ, സെയിം തിങ്. സോ റൈം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റീഷൻ ഓഫ് സിമിലർ സൗണ്ട്. ഒരു സൗണ്ട് അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റ് ആവുമ്പം നമ്മൾ അതിനെ റൈം എന്ന് വിളിക്കും. യൂഷ്വലി എൻഡ് ഓഫ് എ ലൈൻ ആണ് ഉണ്ടാവാറ്, അതെല്ലാത്ത കേസും ഉണ്ട്. റൈം ഉണ്ടാവുമ്പോഴാണ് ഒരു പോയറ്റിക് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഫീൽ നമുക്ക് വരിക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈമിനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത്. ദാറ്റ് ഈസ് ഹാർഡ് റൈം, സോഫ്റ്റ് റൈം ആൻഡ് ഇന്റേർണൽ റൈം. ഹാർഡ് റൈമിൽ നിങ്ങൾക്ക് സെയിം സൗണ്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ പറ്റും. സോഫ്റ്റ് റൈമിൽ സിമിലർ കൈൻഡ് ഓഫ് സൗണ്ട്, സിമിലർ ആണ്, സെയിം സൗണ്ട് അല്ല, സംവോട്ട് സെയിം സൗണ്ട് പോലത്തെ 2 സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഇന്റേർണൽ റൈമിൽ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക്
rhyming words kittum. Fifth one is alliteration. Well, you know what alliteration is. Repetition of consonant sound. Adana alliteration. Usually Old English period and Middle English period ലായിരുന്നു ഇത് widely use ചെയ്യാറ്. Sixth is the assonance. Again, I guess you know what assonance are. Again, I guess you know what assonance is. It is a repetition of the sound of a vowel or diphthong. Vowel sound അല്ലെങ്കിൽ diphthong sound repeat ആവുമ്പം we call it as assonance. Usually it comes in between consonant sounds. Like ഒരു example ഉണ്ട്, men sell the wedding bells. So ഇവിടെ darken ചെയ്തിരിക്കുന്ന words you can just see. Next is diction. Diction പറഞ്ഞിട്ടുണ്ടെങ്കിൽ vocabulary, the words that we use while writing. Poetry ആണെങ്കിലോ prose ആണെങ്കിലോ words, it's very important. Words with പറഞ്ഞിരിക്കുന്നത് diction should be very creative. എന്നാൽ ആൾക്കാർ വായിക്കുള്ളൂ. നമ്മൾ സെയിം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ലാംഗ്വേജ് അത് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ മോഡിഫൈ ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടാവുക, എല്ലാവരും ആ ഒരു പോയം വായിക്കുക, അല്ലെങ്കിൽ വാട്ട് എവർ ദാറ്റ് പീസ് ഓഫ് റൈറ്റിംഗ് ഈസ്. നെക്സ്റ്റ് ഇസ് ഫിഗർ ഓഫ് സ്പീച്ച്, സിമിലി. നിങ്ങൾക്കറിയാം സിമിലി എന്താണ്? ഇറ്റ് ഈസ് കമ്പാരിസൺ. വെൻ വി യൂസ് വേർഡ്സ് ലൈക്ക് ഓർ ആസ് ഫോർ കമ്പാരിസൺ നമ്മൾ സിമിലി എന്ന് വിളിക്കും. മെറ്റഫർ പറഞ്ഞാലും കമ്പാരിസൺ ആണ്, ബട്ട് ഹിയർ ഡയറക്റ്റ് കമ്പാരിസൺ ഇസ് ഗോയിങ് ഓൺ. എക്സാമ്പിൾ നോക്കൂ. All the world's a stage and all the men and women merely players. So world ഒരു സ്റ്റേജ് പോലെയാണ്. സോ വേൾഡിനെ ഒരു സ്റ്റേജ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് മെൻ ആൻഡ് വിമൻ ദേ ആർ പ്ലേയേഴ്സ്. അവർ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലത്തെ പ്ലേയേഴ്സ് ആണ്. സോ അവരെ പ്ലേയേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആക്ടേഴ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഷേക്സ്പിയറിന്റെ സെന്റൻസ് ആണിത്. നെക്സ്റ്റ് ഇസ് പെർസോണിഫിക്കേഷൻ. ഒരു നോൺ ലിവിങ് തിങ്ങിനെ നമ്മളൊരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെത്തിനെ എങ്ങനെയാണ് ഹ്യൂമൻ ആയിട്ട് പ്രസന്റ് ചെയ്തതൊക്കെ. സോ ദാറ്റ് ഇസ് വാട്ട് പെർസോണിഫിക്കേഷൻ ഇസ്. എഗെയിൻ നമ്മൾ ഓക്സിമറോൺ എന്താ എന്ന് പഠിച്ചിട്ടുണ്ട്. രണ്ട് കോൺട്രഡിക്ടറി തിങ് നമ്മൾ ജോയിൻ ചെയ്യാണ്, അതിനെയാണ് ഓക്സിമറോൺ എന്ന് വിളിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് വാസ് ദാറ്റ്? ബീസ്റ്റ്. വാട്ട് ബീസ്റ്റ്? ബെനിഫിഷ്യറി ബീസ്റ്റ് ആൻഡ് greedy good doers നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനദർ എക്സാമ്പിൾ ഇസ് സ്വീറ്റ് സോറോ. രണ്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. നെക്സ്റ്റ് ഇസ് മെറ്റോണമി. Metonymy, it is a thing or a concept which is referred to by the name or something closely associated with that thing or concept. നമ്മൾ ഒരു പെർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഡയറക്റ്റ്ലി ആ വേർഡ് യൂസ് ചെയ്യാതെ നമ്മൾ വേറൊരു വേർഡ് വെച്ച് സംവാട്ട് സിമിലർ വേർഡ് വെച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, വി സ്വേർ ലോയാലിറ്റി ടു ദ ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിൽ വെക്കുന്ന കിരീടമല്ല. ഹിയർ ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ? കിങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വി വിൽ ബി ലോയൽ ടു അവർ കിങ്, അല്ലാതെ കിരീടത്തിൻ്റെ അടുത്ത് ലോയൽ ആവും എന്നല്ല. സോ ആ കിങ്ങിനെ നമ്മളിവിടെ ക്രൗൺ എന്നുള്ളൊരു വേർഡ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സംവാട്ട് സിമിലർ വേർഡ്സ് യൂസ് ചെയ്യാം. സെയിം വേ വീൽസ്. വീൽസ് ഓൺ ദ റോഡ്. വീൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ വീൽ, ബട്ട് ഹിയർ വി റെപ്രസെന്റ് വീൽ ആസ് ട്രാൻസ്പോർട്ടേഷൻ ഓർ കാർ, ബസ്സിനെയാണ് ഇവിടെ വീൽസ് എന്ന് നമ്മൾ പറയുന്നത്. Next is synecdoche. A part of something is used to refer to its whole. So നമ്മൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ തിങ്ങിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ് വി ആർ യൂസിങ്. ഒരു എക്സാമ്പിൾ തരികയാണെങ്കിൽ, ദ ക്യാപ്റ്റൻ കമാൻഡ്സ് 100 sails. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഷിപ്പിനെയാണ് പറയുന്നത്. 100 ഷിപ്പ് ഉണ്ട്, അതിനെ ക്യാപ്റ്റൻ അതിന് കമാൻഡ് കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു കമാൻഡ് ആണ് ക്യാപ്റ്റൻ കൊടുക്കുന്നത്. അല്ലാതെ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സെയിലിങ്ങിന് പോവാന്നൊക്കെ പറയല്ലോ. സോ സെയിലിംഗ് ആയിട്ടല്ല ഇവിടെ റിപ്രസെന്റ് ചെയ്യുന്നത്, ബട്ട് നമ്മൾ ഷിപ്പിനെയാണ് ഇവിടെ റിപ്രസെന്റ് ചെയ്യുന്നത്. സോ വി ആർ ടേക്കിംഗ് എ പാർട്ട് ഓഫ് സംതിങ്, ഒരു ചെറിയൊരു പോർഷൻ ഓഫ് സംതിങ് വി ആർ യൂസിങ് ടു പ്രസന്റ് ദ ഹോൾ. എല്ലാവരും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എ പോർഷൻ ഓഫ് ഇറ്റ് വി ആർ യൂസിങ്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. അഗെയിൻ വി ഹാവ് സ്റ്റഡിഡ് ദിസ്. Modifier qualifies a noun other than the person or thing it is actually describing. So ഇതിപ്പോൾ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടാണെങ്കിൽ അഡ്ജക്റ്റീവ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ് മീൻസ് നമ്മൾ ഒരു നൗണിനെ
കൂടുതൽ നമുക്ക് അഡ്ജക്റ്റീവ് ആണ് പറഞ്ഞു തരിക. നൗൺ എന്താണ്, നൗണിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് സൈഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ നൗൺ, ആ പേഴ്സണിനെ കുറിച്ച്. സോ അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇപ്പം പറയുകയാണെങ്കിൽ രാഹുൽ ഈസ് എ ക്ലെവർ ബോയ്. ഓക്കെ, സോ ദാറ്റ് ക്ലെവർ രാഹുലിനെ കുറിച്ചാണ് പറയുന്നത്. രാഹുൽ ഒരു ക്ലെവർ ബോയ് ആണ്, നല്ല ബുദ്ധിയുള്ള സ്മാർട്ട് ബോയ് ആണ്. സോ ദാറ്റ് ക്ലെവർ ഇസ് അഡ്ജക്റ്റീവ് ഹിയർ. നൗണിനെ കുറിച്ചാണ് നമുക്ക് അഡ്ജക്റ്റീവ് കൂടുതൽ പറഞ്ഞു തരാം. സോ രാഹുൽ ഇവിടെ നല്ല ക്ലെവർ ആണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദാറ്റ് ഇസ് വാട്ട് അഡ്ജക്റ്റീവ് ഇസ്. സോ ഇനി മുന്നോട്ടുള്ള സെന്റൻസിലും എന്താണ് ഉണ്ടാവേണ്ടത്? രാഹുലിനെ കുറിച്ച് തന്നെ പറയണം. അതാണ് നൗണ്. സോ നൗണിനെ കുറിച്ചാണ് അഡ്ജക്റ്റീവ് പറയാം. ബട്ട് അങ്ങനെ എല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് അതിനെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയാം. നൗണിനെ കുറിച്ച് പറയാതെ വേറൊരു തിങ് ഒരേ പേഴ്സണിനെ കുറിച്ച് പറയുന്നതാണ് അഡ്ജക്റ്റീവ്. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വരുമ്പം നമ്മൾ അതിനെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയും. ഹിയർ വൺ എക്സാമ്പിൾ ഇസ് സ്ലീപ്ലെസ് നൈറ്റ്. ഇവിടെ നൈറ്റിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നൈറ്റ് സ്ലീപ്ലെസ് ആണ് എന്നല്ല പറയുന്നത്. ഷീ ഹാഡ് എ സ്ലീപ്ലെസ് നൈറ്റ്. സോ ഇവിടെ നൈറ്റ് സ്ലീപ്ലെസ് ആണ് എന്നല്ല ഇവിടെ അർത്ഥം. അവൾ ഉറങ്ങിയിട്ടില്ല, ആ ഒരു ദിവസം അവൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അതാണ് പറഞ്ഞിരുന്നത്. ദാറ്റ് ഇസ് വാട്ട് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ഇസ്. So I hope this much is clear, but if you got any doubt, please let me know.